PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന, അതായത് 26/10/2025 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് KYC ആർ. The objectives of KYC are options: to ensure appropriate customer identification, to monitor transactions of suspicious nature, to ensure that the customer would not deceive the bank. Option D, only A and B. KYC, know your customer, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, A and B. To ensure appropriate customer identification, to monitor transactions of suspicious nature. അടുത്തത്, to open an administrator account the bank requires. To open an administrator account the bank requires options: probate, succession certificate, letter of administration, acceptance letter by administrator. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിന് ഓപ്പൺ ചെയ്യുന്നതിന് ബാങ്ക് ആവശ്യപ്പെടുന്നത് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത ചോദ്യം, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഈസ് എ ഓപ്ഷൻസ്: ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി, നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി, ബോത്ത് ഫണ്ട് ബേസ്ഡ് ആൻഡ് നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി, നൺ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റിയാണ്. സിമ്പിൾ മോർഗേജ് ഈസ് ക്രിയേറ്റഡ് ബൈ ഓപ്ഷൻസ്: അൺറിട്ടൺ പ്രൊമൈസ്, an oral assent, an oral agreement, an instrument in writing. ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, an instrument in writing. സിമ്പിൾ മോർഗേജ് ഈസ് ക്രിയേറ്റഡ് ബൈ an instrument in writing. When will an account become a non-performing asset or NPA? When will an account become a non-performing asset or NPA? Options: interest and or loan installments overdue for more than 90 days, account is out of order in case of overdraft cash credit accounts, bill remain overdue for more than 90 days in bills purchase or discounted account, all of the above. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, all of the above. തന്നിരിക്കുന്നതെല്ലാം നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്ന കേസുകളാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആസ് പെർ പ്രയോറിറ്റി സെക്ടർ ഗൈഡ്ലൈൻസ്? വാട്ട് ഈസ് ദ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആസ് പെർ പ്രയോറിറ്റി സെക്ടർ ഗൈഡ്ലൈൻസ്? ഓപ്ഷൻസ്: 18% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്, 40% of adjusted net bank credit, 60% of adjusted net bank credit, 75% of adjusted net bank credit. കൊമേഴ്സ്യൽ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എത്രയാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ, ഇവരുടെ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 40% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും ഒക്കെ 60%, റീജിയണൽ റൂറൽ ബാങ്കുകളാണെങ്കിൽ 75%, ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് 40%. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ റൂൾ ഇൻ ക്ലേറ്റൺ കേസ് ദ മണി പെയ്ഡ് ബൈ എ കസ്റ്റമർ ആർ ടു ബി അപ്ലൈഡ് ടുവാർഡ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട്. അക്കോർഡിംഗ് ടു ദ റൂൾ ഇൻ ക്ലേറ്റൺ കേസ് the money paid in by a customer are to be applied towards adjustment in overdraft account. Options: at the option of the banker, in the order of time in which the debts were incurred, as directed by the customer, as agreed between the banker and the customer mutually. അതായത് കസ്റ്റമറുടെ അപ്രോപ്രിയേഷൻ റൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബാങ്കിൽ ഒന്നിൽ കൂടുതൽ ലോണ് വരുന്നുണ്ടെങ്കിൽ ഏതിലാണ് ആദ്യം റീപേ ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള അധികാരം, ഫസ്റ്റ് അപ്രോപ്രിയേഷൻ റൈറ്റ് ഉള്ളത് കസ്റ്റമർക്ക് തന്നെയാണ്. എന്നാൽ ക്ലേറ്റൺ കേസിൽ പറയുന്നത് ആദ്യം എടുത്ത ലോണ് ആദ്യം റീപേ ചെയ്യണമെന്നാണ്.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇൻ ദ ഓർഡർ ഓഫ് ടൈം ഇൻ വിച്ച് ദ ഡെറ്റ് വെയർ ഇൻകേർഡ്. അടുത്ത ചോദ്യം, സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫോർ ക്രോപ്പ് ലോൺസ് ഈസ് ഡിസൈഡഡ് ബൈ. സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫോർ ക്രോപ്പ് ലോൺ ഈസ് ഡിസൈഡഡ് ബൈ ഓപ്ഷൻസ് ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി, സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി, ബ്ലോക്ക് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി, ഇൻഡിവിജ്വൽ ബാങ്ക്സ്. സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫോർ ക്രോപ്പ് ലോൺ, ക്രോപ്പ് ലോണിനുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, മെച്വേർഡ് ബട്ട് നോട്ട് പെയ്ഡ് ടേം ഡെപ്പോസിറ്റ് ആർ ട്രീറ്റഡ് ആസ്. മെച്വേർഡ് ബട്ട് നോട്ട് പെയ്ഡ് ടേം ഡെപ്പോസിറ്റ്സ് ആർ ട്രീറ്റഡ് ആസ് ഓപ്ഷൻസ് ഡിമാൻഡ് ലയബിലിറ്റി, ടൈം ലയബിലിറ്റി, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, നൺ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിമാൻഡ് ലയബിലിറ്റി. കസ്റ്റമറുടെ ഡെപ്പോസിറ്റുകൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. രണ്ട് തരത്തിലുള്ള ലയബിലിറ്റി വരുന്നുണ്ട്, ഡിമാൻഡ് ലയബിലിറ്റിയും ടൈം ലയബിലിറ്റിയും. ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും ഒക്കെ ഒരു ഫിക്സഡ് ടൈമിന് ശേഷമാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് രണ്ടും ടൈം ലയബിലിറ്റീസ് ആണ്. കറൻറ്റ് അക്കൗണ്ടും അതുപോലെ സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റൊക്കെ ഡിമാൻഡ് ലയബിലിറ്റീസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെച്വേർഡ് ബട്ട് നോട്ട് പെയ്ഡ് ടേം ഡെപ്പോസിറ്റ്സ് ആർ ട്രീറ്റഡ് ആസ്. ഉത്തരവായിട്ട് വരുന്നത് ഡിമാൻഡ് ലയബിലിറ്റിയാണ്. കാരണം ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ലയബിലിറ്റി ആണെങ്കിൽ കൂടി മെച്വേർഡ് ആയിക്കഴിഞ്ഞാൽ എപ്പോൾ ഡിമാൻഡ് ചെയ്താലും കൊടുക്കണം. അതുകൊണ്ട് അത് ഡിമാൻഡ് ലയബിലിറ്റിയാണ്. മെച്വേർഡ് ആയിട്ടുള്ള ടേം ഡെപ്പോസിറ്റ് ഡിമാൻഡ് ലയബിലിറ്റിയാണ്. അടുത്ത ചോദ്യം, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡെപ്പോസിറ്റർ ദ നോമിനി വാണ്ട്സ് ലോൺ എഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡെപ്പോസിറ്റർ ദ നോമിനി വാണ്ട്സ് ലോൺ എഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ്. ഓപ്ഷൻസ് നോൺ സച്ച് ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ്, ലോൺ മേ ബി ഗ്രാൻഡഡ്, ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ് ഇഫ് ദ പ്രൊഡ്യൂസേഴ്സ് സക്സഷൻ സർട്ടിഫിക്കറ്റ്, ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ് ഇഫ് ഹി ഗീവ്സ് ദ പ്രൊബേറ്റ് ഇൻ ഹിസ് ഫേവർ. ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നോ സച്ച് ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ്. അതായത് ഡെപ്പോസിറ്ററുടെ മരണശേഷം നോമിനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റിന്മേൽ ലോൺ എടുക്കാമോ എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നോ സച്ച് ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ്. അങ്ങനെ ലോൺ കൊടുക്കില്ല. അടുത്ത ചോദ്യം, എ മൈനർ എൻഡോസ് എ ചെക്ക് ഇൻ ഫേവർ ഓഫ് ബി ഇൻ കേസ് ഓഫ് ഡിസോണർ. ഓപ്ഷൻ എ ഈസ് ലയബിൾ. എ ഈസ് ലയബിൾ ഇഫ് എൻഡോസ്ഡ് ഫോർ consideration. A cannot held liable as when a minor endorsed check all parties are held liable except minor. Option D, none of these. മൈനർ ഒരു ചെക്ക് എൻഡോസ് ചെയ്തു കൊടുത്തു, ബിക്ക് എൻഡോസ് ചെയ്തു കൊടുത്തു. ആ ചെക്ക് ഡിസോണർ ആയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, എ കനോട്ട് ഹെൽഡ് ലയബിൾ ആസ് വെൻ എ മൈനർ എൻഡോസ് ചെക്ക് ഓൾ പാർട്ടീസ് ആർ ഹെൽഡ് ലയബിൾ എക്സെപ്റ്റ് മൈനർ. മൈനർക്ക് ചെക്ക് കൊടുക്കാൻ കഴിയും, ചെക്ക് എൻഡോസ് ചെയ്യാൻ കഴിയും, പക്ഷേ ഒന്നിനും മൈനർ ലയബിൾ അല്ല. ഇവിടെ ഉത്തരം വരുന്നത് എ കനോട്ട് ഹെൽഡ് ലയബിൾ ആസ് വെൻ എ മൈനർ എൻഡോസ് ചെക്ക് ഓൾ പാർട്ടീസ് ആർ ഹെൽഡ് ലയബിൾ എക്സെപ്റ്റ് മൈനർ. അടുത്ത ചോദ്യം, ഇൻ കേസ് വെയർ ബാങ്ക് ഹാസ് ഇഷ്യൂഡ് ഡ്യൂപ്ലിക്കേറ്റ് DD ആൻഡ് ബോത്ത് ഒറിജിനൽ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വെയർ പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, വാട്ട് ഷുഡ് ബാങ്ക് ഡു ഇൻ സച്ച് സിറ്റുവേഷൻ? In case where bank has issued duplicate DD and both original and duplicate are presented for payment, what should bank do in such situation? Options: retain both the DDs. Bank should pay the duplicate and return the original with the remarks DD reported lost and duplicate since issued and paid. Since original is received, the original DD should be paid and duplicate to be returned. Bank should get confirmation from purchase and pay accordingly. ഒറിജിനൽ DD മിസ്സായ കേസിൽ ബാങ്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് DD ഇഷ്യൂ ചെയ്തു. പേയ്മെൻറ്റിന് വേണ്ടി ഒറിജിനൽ DDയും ഡ്യൂപ്ലിക്കേറ്റ് DDയും പ്രസൻറ്റ് ചെയ്തു. ആ സമയത്ത് ബാങ്ക് എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാങ്ക് ഷുഡ് പേ ദ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് റിട്ടേൺ ദ ഒറിജിനൽ വിത്ത് റിമാർക്സ് DD റിപ്പോർട്ടഡ് ലോസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സിൻസ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ്. ബാങ്ക് ഡ്യൂപ്ലിക്കേറ്റിന് എഗെയിൻസ്റ്റാണ് പേയ്മെൻറ്റ് നടത്തുക. അതുപോലെ ഒറിജിനൽ DD തിരിച്ചു നൽകും ഈ റിമാർക്കോടുകൂടി, DD റിപ്പോർട്ടഡ് ലോസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സിൻസ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ്. അടുത്ത ചോദ്യം, ആൻ ഇല്ലിറ്ററേറ്റ് SB കസ്റ്റമർ വിഷസ് ടു ഗീവ് അതോറിറ്റി ടു എ ഫ്രണ്ട് ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട് ടെമ്പററിലി. വാട്ട് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ടു ഹിസ് ഡിസയർ?
An illiterate SB customer wishes to give authority to a friend to operate his account temporarily. What is an appropriate solution to his desire? Option A. Power of attorney registered with the magistrate. Illiterate cannot delegate the authority. Mandate witnessed by 2 persons. Operations in the account will have to be stopped. ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള SB കസ്റ്റമർക്ക് അയാളുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അയാളുടെ ഫ്രണ്ടിനെ ഏൽപ്പിക്കണം, താൽക്കാലികമായിട്ട് ഏൽപ്പിക്കണം. എന്താണ് സൊല്യൂഷൻ എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ കനോട്ട് ഡെലിഗേറ്റ് ദ അതോറിറ്റി. ഇല്ലിറ്ററേറ്റ് പേഴ്സണ് അങ്ങനെ ഒരു അതോറിറ്റി ഇല്ല. അടുത്ത ചോദ്യം. In a cooperative banking, Camel C is a supervisory rating system used to assess the financial health and stability of cooperative banks. What is the expansion of the last C when is added recently to common Camel's rating system? റീസെൻ്റ് ആയിട്ട് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റത്തിൽ ആഡ് ചെയ്ത സി, ലാസ്റ്റ് വരുന്ന സി എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൺട്രോൾ, കംപ്ലയൻസ്, ക്യാപിറ്റൽ, ക്രെഡിറ്റ്. ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കംപ്ലയൻസ്. ഫസ്റ്റ് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, ലാസ്റ്റ് സി കംപ്ലയൻസ് ആണ്. അടുത്ത ചോദ്യം. മെയിൻ്റനൻസ് ഓഫ് CRR ബൈ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് വിത്ത് RBI ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് ആക്ട്? Maintenance of CRR by scheduled commercial banks with RBI is defined under which act? Options: Section 42(1) of BR Act, Section 42(1) of RBI Act, Section 45Z of RBI Act, Section 47 of BR Act. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 42(1) ഓഫ് RBI Act. RBI ആക്ടിൻ്റെ സെക്ഷൻ 42 CRRും സെക്ഷൻ 49 ബാങ്ക് റേറ്റുമാണ് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട CRRനെ പറ്റി പറയുന്നത് RBI ആക്ടിൻ്റെ സെക്ഷൻ 42(1)ലാണ്. ആസ് പെർ ദ റിവൈസ്ഡ് ഡെഫിനിഷൻ ഓഫ് MSME, എ സ്മോൾ എൻ്റർപ്രൈസ് ഈസ് ആൻ എൻ്റർപ്രൈസ് whose investment in plant and machinery or equipment should not exceed rupees crores and or annual turnover should be within rupees-crore. MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ പുതുക്കിയ നിർവചനത്തിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ക്രോർ ആയിരിക്കണം, അതുപോലെ ടേൺ ഓവർ എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ₹25 crore. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പിന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് 100 crores ആണ്. ഇത് എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി മൈക്രോ എൻ്റർപ്രൈസ് ആണെങ്കിൽ 2.5 crore 10 crore ആണ് വരുന്നത്. സ്മോൾ എൻ്റർപ്രൈസിന് ₹25 crores 100 crores. മീഡിയം ആണെങ്കിൽ 125 crores 500 crores ആണ് വരുന്നത്. അടുത്ത ചോദ്യം. നോ സബ്സിഡി ഓർ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഈസ് അവൈലബിൾ ഇൻ ദ കേസ് ഓഫ് ദ ഫോളോവിങ്. No subsidy or interest subvention is available in the case of the following. Options: National Rural Livelihood Mission, National Urban Livelihood Mission, Pradhan Mantri Employment Generation Program, Differential Rate of Interest or DRI scheme. ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം. അടുത്ത ചോദ്യം. ദ പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ദാറ്റ് പ്രൊവൈഡ്സ്. ദ പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ദാറ്റ് പ്രൊവൈഡ്സ്. ഓപ്ഷൻസ്: ലൈഫ് ഇൻഷുറൻസ് കവറേജ്, പെൻഷൻ കവറേജ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ്. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി സ്കീമാണെങ്കിൽ അത് ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആണ് കൊടുക്കുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയാണെങ്കിൽ അത് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീമാണ്. Where physical movements of a paper check is stopped and for collecting the payments, its image is used by the collecting bank. In this case, which one of the following is correct? Where physical movement of a paper check is stopped and for collecting the payments, its image is used by the collecting bank. In this case, which one of the following is correct? Options: The check is called truncated check.
The image is called electronic check. The check is called electronic check. None of the above. ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ ചെക്ക് ഈസ് കോൾഡ് ട്രങ്കേറ്റഡ് ചെക്ക്. ചെക്കിൻ്റെ ഫിസിക്കൽ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഇലക്ട്രോണിക് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന അതിനെ ചെക്ക് ട്രങ്കേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചെക്കിനെ ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നു. ഒക്ടോബർ 26 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.